അപ്പൊ ഇത് എല്ലാവരും റെഡി ആയിക്കോളൂ, തയ്യാറായി നിന്നോളൂ. എന്താ ഇങ്ങനെ ഏയ് നിലത്ത് വീഴാതെ പിടിന. സച്ചിൻ കോട്ട് വായൊക്കെ ഇടുന്നുണ്ടല്ലോ, എന്താ ഉറക്കം വരുന്നുണ്ടോ? ദിയ ക്ലാസ് ബോറടിക്കുന്നുണ്ടോ? ഓക്കെ നമുക്ക് എന്തായാലും ഒന്ന് റീഫ്രഷ് ആകാം. എന്താ റെഡി അല്ലേ എല്ലാവരും? എത്ര നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചർ ആയാലും ചില സമയത്ത് ടീച്ചർക്കും കുട്ടികൾക്കും ഒക്കെ ബോറടിക്കും. അപ്പോ ആ ബോറടി മാറ്റാൻ പുതിയ ടീച്ചർമാർക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അപ്പൊ എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. കുട്ടികൾക്ക് ക്ലാസ് ബോറടിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ ടീച്ചർമാർ ഉടനെ തന്നെ ക്ലാസ് നിർത്തുക. അതിനുശേഷം കുട്ടികളോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുക. എന്നിട്ട് അവരോട് പറയുക, കുട്ടികളെ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ഇപ്പോ ക്ലാസ് റൂമിലല്ല നിൽക്കുന്നത്, മറിച്ച് ഒരു പ്ലേ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. എന്ത് കളിക്കാൻ പോവാണ്? ക്രിക്കറ്റ്. അപ്പൊ ഞാൻ ബൗളറാണ്, നിങ്ങൾ എല്ലാവരും ബാറ്റ്സ്മാനും ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും കയ്യിലും ബാറ്റ് ഉണ്ട്, ഞാൻ ബൗൾ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇത് എല്ലാവരും റെഡി ആയിക്കോളൂ, തയ്യാറായി നിന്നോളൂ. അപ്പൊ ഞാൻ ബോൾ ചെയ്യുമ്പോണ്ടല്ലോ, നിങ്ങൾ ജസ്റ്റ് മുട്ടിക്കൊടുത്താൽ മാത്രം പോരാ, 6 തന്നെ അടിക്കണം. അപ്പൊ നമ്മൾ ടീച്ചർമാർ ഇങ്ങനെ ബോൾ ചെയ്യുന്ന ആക്ഷൻ കാണിക്കുമ്പോ കുട്ടികളുണ്ടല്ലോ നല്ല ഉഷാറിൽ 6 അടിക്കുന്ന ആക്ഷനും കാണിക്കണം. ഇത് കണ്ട നമ്മൾ ടീച്ചർമാര് ആ ബോൾ മുകളിലേക്ക് പൊങ്ങി പോകുന്നതിന്റെ ഒരു ആക്ഷൻ എന്താ ഇങ്ങനെ, ആ ആക്ഷൻ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുട്ടികളോട് പറയുക, ആ 6 അടിച്ചതിന്റെ ആഹ്ലാദത്തിൽ ഏയ് എന്ന് ഉച്ചത്തിലൊരു ഒച്ച ഉണ്ടാക്കാൻ വേണ്ടി പറയാ. ഇത്രയും ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ മനസ്സൊന്ന് റീഫ്രഷ് ആകും. പിന്നീട് നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങുകയും ചെയ്യാം. ഇനി അടുത്ത ക്ലാസ്സിൽ ഉപയോഗിക്കാൻ വേറൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. കുട്ടികളെ, നിങ്ങൾ എല്ലാവരും ടയേർഡ് ആണല്ലേ, നമുക്കൊരു സോഡ കുടിച്ചാലോ? അപ്പൊ എല്ലാവരും റെഡി ആയിക്കോളൂ. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സോഡ കുപ്പി എറിഞ്ഞു തരും. അത് നിങ്ങൾ നിലത്ത് വീഴാതെ പിടിക്കണം. അപ്പൊ നമ്മൾ ടീച്ചർമാര് ആ സോഡ കുപ്പി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ആക്ഷൻ കാണിക്കുന്നു, കുട്ടികളത് നിലത്ത് വീഴാതെ പിടിക്കുന്ന ആക്ഷനും കാണിക്കുന്നു. ഇനി കുട്ടികളോട് പറയുക, കുട്ടികളെ നമുക്കിനി സോഡ കുപ്പി ഓപ്പൺ ചെയ്യാം. ഇനി ആ സോഡ കുപ്പി തുറക്കുന്ന ഉപകരണം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് മൂടി തുറക്കുന്നതായിട്ട് ആക്ഷൻ കാണിക്കാൻ വേണ്ടി പറയണം. അതേസമയം ആ മൂടി തുറക്കുന്ന ശബ്ദവും അതിൽ നിന്ന് ഗ്യാസ് പുറത്തേക്ക് വരുന്ന ആ ഒരു ശബ്ദവും ഒക്കെ കുട്ടികളോട് ഉണ്ടാക്കാൻ വേണ്ടി പറയണം. അതിനുശേഷം ആ സോഡ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതായി ആക്ഷൻ കാണിക്കാൻ പറയണം. ഗ്ലാസ്സിലേക്ക് സോഡ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് കൂടി കുട്ടികളോട് ഉണ്ടാക്കാൻ വേണ്ടി പറയണം. പിന്നീട് എല്ലാവരോടും സോഡ കുടിക്കാൻ വേണ്ടി പറയണം. സോഡ കുടിച്ചതിന് ശേഷം ആ ഒരു ഏമ്പക്ക ശബ്ദം ഉണ്ടല്ലോ, അത് കൂടി കുട്ടികളോട് ഉണ്ടാക്കാൻ വേണ്ടി പറയുക. അപ്പോ കുട്ടികൾ വല്ലാതെ ക്ലാസ്സിൽ ബോറടിക്കുമ്പോ അല്ലെങ്കിൽ അവർ വല്ലാണ്ട് ഒച്ച ഉണ്ടാക്കുമ്പോ അവരുടെ അറ്റൻഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ 1-2 ടിപ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം, പിന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.